ഇത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഉള്ളത് തുറന്ന് പറയണമല്ലോ. നമ്മുടെ ട്രംപിന് എങ്ങനെയെങ്കിലും ഒരു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം ആരെങ്കിലും. നരേന്ദ്രമോദിയോട് ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. ആ പണ്ടാരക്കാലനൊരു നോബൽ സമ്മാനം എവിടുന്നെങ്കിലും ഒപ്പിച്ച് തീരട്ടെ. പുള്ളി എന്തൊരു ആക്രാന്തമാണ് ഈ സമ്മാനത്തിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നോർവേയോ മറ്റോ അല്ലേ ഈ നോബൽ സമ്മാനം കൊടുക്കുന്ന ടീമിനെ ഉണ്ടാക്കുന്നത്, കമ്മിറ്റിയെ. പുള്ളി നോർവേയെ ചിലപ്പോൾ കയറി ആക്രമിച്ചു എന്ന് വരും. കാരണം നോർവേയെ താരിഫ് വെച്ച് കീഴടക്കാനൊന്നും പറ്റില്ല. അവരൊക്കെ വലിയ പണക്കാരാണ്. അവർ അമേരിക്കയുമായിട്ട് വലിയ കച്ചവടവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയും. ആക്രമിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ് അമേരിക്ക. അതിനെ കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ. അതൊരു നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്കാരെ വിളിച്ച് വല്ല കൈമടക്കമൊക്കെ കൊടുത്തിട്ട് ഈ അവാർഡ് സംഘടിപ്പിക്കരുതോ? നോബൽ സമ്മാനമാണ് അതാണെന്നൊക്കെ പറയും. കാശ് കൊടുത്താൽ വീഴാത്ത കമ്മിറ്റിക്കാരുണ്ടോ എന്ന് നമുക്കറിയാമല്ലേ. സായിപ്പിനെന്താ കാശ് പുളിക്കുന്നു? അങ്ങനെയൊന്നുമല്ല, അവരൊക്കെ വലിയ മാന്യന്മാരാണ്. പൈസയൊന്നും കൊടുത്ത് അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ല എന്ന്. ഏത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം യാസർ അറാഫത്തിന് കൊടുത്ത ടീമാണ് നോബൽ സമ്മാന കമ്മിറ്റി. യാസർ അറാഫത്താണ് ഈ ഭൂലോകത്ത് ആദ്യമായിട്ട് ഇസ്ലാമിക് ടെററിസം എന്നുള്ള വാക്ക് സംജാതമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം യാസർ അറാഫത്തിനുള്ളതാണ്. അതിനു മുമ്പ് ഇങ്ങനൊരു കലാപരിപാടി ഇല്ല. അങ്ങേര് പണ്ട് 74 മറ്റോ ആണ് മ്യൂണിക് ഒളിമ്പിക്സിൽ പോയ ഇസ്രായേലി അത്ലറ്റുകളെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നെ കൊന്നുകളയുകയൊക്കെ ചെയ്ത പരമദുഷ്ടനാണ് യാസർ അറാഫത്ത്. അയാൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഈ കക്ഷികൾ കൊടുത്തു. അപ്പോൾ ഇത്രയ്ക്ക് ഉള്ളൂ ഈ നോബൽ സമ്മാനം എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ചും സമാധാനത്തിനുള്ളത്. അതവർ ഒബാമയ്ക്ക് കൊടുത്തു. അതോടെ ട്രംപിന് ആകെ കൂടെ കലി കയറി. എനിക്ക് തരാത്ത സമ്മാനം ഒബാമയ്ക്ക് കൊടുത്തോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് മൂപ്പരുടെ ബഹളം. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. മൂപ്പർക്ക് ഈ നോബൽ സമ്മാനത്തിൻ്റെ കാശല്ല പുള്ളിയുടെ നോട്ടം. അതിൻ്റെ 10 ഇരട്ടി കാശ് പുള്ളിയുടെ പോക്കറ്റിലുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ഈ കമ്മിറ്റിക്കാർക്ക് കൊടുത്തിട്ട് ഈ പണ്ടാരം മേടിക്കരുതോ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണോ? എന്തൊരു കഷ്ടമാണ്. ഇപ്പോൾ പുള്ളിയുടെ ക്ലെയിം 7 യുദ്ധങ്ങൾ പുള്ളി അവസാനിച്ചു എന്നാണ്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഞെട്ടിപ്പോയി. എവിടെയാണ് ഈ 7 യുദ്ധം നടന്നത്? ഒന്ന് റഷ്യ ഉക്രൈൻ, അത് അവസാനിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഇന്ത്യ പാകിസ്ഥാൻ, അത് ഞാനാണ് അവസാനിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ എന്തുവായിക്കോട്ടെ. അതിപ്പോൾ തൽക്കാലം ഓപ്പറേഷൻ സിന്ദൂർ പോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഹമാസിൻ്റെ നേർക്ക് ഇസ്രായേൽ നടത്തുന്നത്, അത് നടക്കട്ടെ എന്നുള്ള മട്ടിലാണ് ട്രംപിൻ്റെ ഇരിപ്പ്. പിന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് നിന്നത് ട്രംപ് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി എത്തിയപ്പോഴാണ്. B-52 ബോംബർ കൊണ്ടുപോയിട്ട് അവിടെ വലിയ ബോംബിടുകയൊക്കെ ചെയ്തിട്ട് ഏതായാലും വലിയൊരു വെടിയും പടക്കമൊക്കെ കഴിഞ്ഞിട്ട് അത് അവസാനിച്ചു. പുള്ളിയുടെ ലിസ്റ്റ് ഞാൻ പറയാം. അർമേനിയ, അസർബൈജാൻ, ഇവരുടെ യുദ്ധം പുള്ളി അവസാനിപ്പിച്ചു. അങ്ങനൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ സ്കിർമിഷസ് നടക്കും, ഉന്തും തള്ളും, ചെറിയൊരു വെടിവെപ്പും ഇതുമൊക്കെ. ഇത് ഈ അർമേനിയ, അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലം റഷ്യയുടെ പടിഞ്ഞാറുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പിരിഞ്ഞു പോയ രാജ്യങ്ങളിൽപ്പെട്ടതാണ് ഈ അർമേനിയയും അസർബൈജാൻ. അതായത് നമ്മുടെ ഇറാനിൽ നിന്ന് ഏകദേശം വടക്ക് പടിഞ്ഞാറായിട്ട് വരും. തുർക്കിയുടെ ഏകദേശം കിഴക്കായിട്ടാണ് ഈ 2 രാജ്യങ്ങളുടെ കിടപ്പ്. ചെറിയ രാജ്യങ്ങളാണ്, തീരെ ചെറിയ രാജ്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പുലിവാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർമേനിയയുടെ ഒരറ്റത്ത് അസർബൈജാൻ്റെ ചെറിയൊരു കഷ്ണം, അസർബൈജാൻ്റെ നെഞ്ചിനകത്ത് അർമേനിയയുടെ ചെറിയൊരു കഷ്ണം. ഇങ്ങനെയാണ് രാജ്യം വെട്ടിപ്പൊളന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഇതിനെ ചൊല്ലി എപ്പോഴും വഴക്കാണ്. ഇവൻ അതിലേ വഴി നടക്കാൻ സമ്മതിക്കില്ല, ഇതിലേ വഴി നടക്കാൻ സമ്മതിക്കില്ല. അസർബൈജാൻ്റെ കയ്യിൽ എണ്ണയൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കത് കൊണ്ടുപോകണമെങ്കിൽ ഈ അർമേനിയക്കാരും കൂടെ സമ്മതിക്കണം. ബ്ലാക്ക് സീയിൽ എത്തിയാലേ അവിടെ നിന്ന് ആ കപ്പലിലേക്ക് എണ്ണ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് കാസ്പിയൻ സീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാസ്പിയൻ സീ എന്നേ പറയും, അത് വളരെ വലിയൊരു തടാകമാണ് കാസ്പിയൻ സീ എന്ന് കടലെന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർന്ന സ്ഥലത്താണ് ഇവർ കിടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വാട്ടർ വേ ഒരു ഓപ്പണിംഗ് അസർബൈജാനില്ല. അസർബൈജാനിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി
അർമേനിയയും കടന്ന് പിന്നെ അസർബൈജാൻ്റെ ചെറിയൊരു കഷ്ണമുണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ കൊണ്ടുപോയിട്ട് വേണം ഈ എണ്ണ ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇതിനെ ചൊല്ലി അസ്വാരസ്യങ്ങൾ നിലവിലുണ്ട്. റഷ്യ അതിനകത്ത് ഇടപെട്ടിരുന്നു. പഴയ നമ്മളുടെ സോവിയറ്റ് യൂണിയനാണല്ലോ ഞാൻ പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനത്തിലേക്ക് നിർത്തും. ഇടയ്ക്കിടയ്ക്ക് വഴക്കും ബഹളമൊക്കെ ആയിരിക്കും, പിന്നെയും പുള്ളി സമാധാനത്തിൽ നിർത്തും. മാത്രമല്ല പുടിന് ഒരു ചെറിയ ചായ്വ് അർമേനിയയോട് ഉണ്ട് താനും. കാരണം അർമേനിയക്കാർ ക്രിസ്ത്യാനികളാണ്, അസർബൈജാൻ മുസ്ലിങ്ങളാണ്. വഴക്കിന് വേറെ കാരണമൊന്നും വേണ്ടില്ല. അപ്പോൾ ഈ നമ്മളുടെ കാശ്മീർ പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോൾ അർമേനിയ നമ്മുടെ കൂടെ നിൽക്കും, ക്രിസ്ത്യാനികൾ. അസർബൈജാൻ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും ചെറിയ ചില്ലറ സഹായങ്ങളൊക്കെ എന്തോ ആണിയോ ചുറ്റികയോ ഒക്കെ കൊടുത്തതാണ് അസർബൈജാനിൽ നിന്ന് പാകിസ്ഥാൻ. അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, പറ്റുന്ന സഹായം അവർ ചെയ്തതാണ്. അർമേനിയ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുമാണ്. പിന്നെ അർമേനിയക്ക് നേരിട്ട് സഹായിക്കാനൊന്നും ത്രാണിയില്ല, നമ്മൾ അങ്ങോട്ട് സഹായിക്കേണ്ട അവസ്ഥയാണ് അർമേനിയയുടെ. നമ്മളെന്തോ ആയുധങ്ങളൊക്കെ കൊടുക്കാമെന്നൊക്കെ ഓഫർ ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു ടെൻഷൻ അവർ തമ്മിലുണ്ടായിരുന്നു. അല്ലേ ട്രംപ് ഇന്നലെ മറ്റോ ഈ രണ്ട് കൂട്ടരെ അമേരിക്കയിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു കോറിഡോർ ഉണ്ടാക്കണം, ട്രംപ് കോറിഡോർ. ആ ട്രംപിന് ലോങ് ഫോം വേറെ എന്തോ ഉണ്ട്, ട്രാൻസ്പോർട്ട് റോഡ് എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ഒരെണ്ണം, ആറിനൊരെണ്ണം, യുവിനൊരെണ്ണം ഒക്കെ. പക്ഷേ പേര് ട്രംപ് കോറിഡോർ എന്നാണ്. രണ്ട് രാജ്യങ്ങളും സമ്മതിച്ചു, ഒപ്പും വെച്ചു. ട്രംപ് പറഞ്ഞു ഞാൻ ജയിച്ചേ, ഞാൻ സമാധാനം കൊണ്ടുവന്നു. എന്ത് സമാധാനം കൊണ്ടുവന്നു എനിക്കറിയാമല്ല. നേരത്തെ അവിടെ കോറിഡോർ ഉണ്ട്, ആ കോറിഡോറിൽ എപ്പോഴും വഴക്കാണ്. പൈപ്പ് ലൈൻ കൊണ്ടുപോകാൻ നോക്കുന്നു, അത് പൊട്ടിച്ച് കളയുന്നു, അത് കോടാലിക്ക് വെച്ച് പിക്കാസ് വെച്ച് വെട്ടുന്നു, മറ്റവൻ വന്ന് തടയുന്നു, മുന്തും തള്ളുവാകുന്നു, 4 വെടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ കയറി പുള്ളി ലോക സമാധാനം മൊത്തം ഉണ്ടാക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അത് കളി. ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിച്ച് ഞാനാണെന്ന് പറഞ്ഞ് 25 തവണയോ 30 തവണയോ എൻ്റെ ദൈവമേ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്ലേറ്റ് വെച്ച പോലെ. ഇനിയിപ്പോൾ ട്രംപിന് ചെയ്യാവുന്നത് അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് രാവിലെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഒന്ന് കേൾക്കുക, നാട്ടുകാരെയും കേൾപ്പിക്കുക. ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ, അതുപോലെ 3 നേരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഞാനാണ് എന്ന് പറഞ്ഞ് അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും ബാക്കി അംഗരാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞിട്ട് ഇത് മയക്കിക്കൂടാനും സീതേ മാർഗമുള്ളൂ. അതങ്ങനെ അങ്ങ് പോയി. പിന്നെ കോങ്കോ, റുവാണ്ട, എവിടെ നിന്നൊക്കെ പോയി ഇങ്ങനെ പുള്ളി രാവിലെ എണീറ്റിട്ട് ഈ അറ്റ്ലസ് അല്ലെങ്കിൽ ഭൂഗോളം വെച്ചിങ്ങനെ നോക്കും. എന്താ ചേട്ടാ നോക്കുന്നത്? യുദ്ധം നിർത്താൻ പറ്റിയ 2 രാജ്യങ്ങൾ നോക്കുകയാണ്. അതിർത്തി രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ലേ നിർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വല്ല ആകാശയുദ്ധം ആരെങ്കിലും നടത്തി അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കി പുള്ളി കണ്ടുപിടിച്ചതാണ് കോങ്കോ, റുവാണ്ട. അവർ തമ്മിലും പുള്ളി സന്ധി സംഭാഷണം നടത്തി അത് അവസാനിപ്പിച്ചു. പുള്ളി പറയുന്നത് ഞാനിപ്പോൾ ഈ സന്ധി നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവർ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളി യുദ്ധം നിർത്തിച്ചു. മനസ്സിലായോ? ഇവന്മാരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ യുദ്ധത്തിൽ ചാടും എന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് യുദ്ധം നിർത്തുക, അതും ഒരു ബുദ്ധിയാണല്ലോ. അങ്ങനെ ട്രംപ് 3ാമത്തെ വിജയവും കൊയ്തു. അത് കഴിഞ്ഞിട്ട് കംബോഡിയ, തായ്ലൻഡ് അവർ മുഴുവൻ വെടിവെച്ച് തീർന്നില്ല. അതിനു മുമ്പേ അവർ തന്നെ വിഷമിച്ചു. ഈ ആയുധം വേണ്ടെന്ന് യുദ്ധമൊക്കെ ചെയ്യാൻ നിസ്സാര സംഗതിയാണ്. ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് കംബോഡിയ കയറിയിട്ട് തായ്ലൻഡിനെ തല്ലാൻ പോയി കഴിഞ്ഞാൽ കംബോഡിയയുടെ കയ്യിലൊന്നുമില്ല. തായ്ലൻഡിലെ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഒരു ദിവസത്തെ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ തികച്ച് കയ്യിലില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോൾ ട്രംപ് നിർത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ദൈവത്തിനറിയാം ഇതൊക്കെ. അങ്ങനെ 4ാമത്തതായി. പിന്നെ ഉള്ളത് സെർബിയ, കൊസോവോ. സെർബിയയും കൊസോവോയും തമ്മിൽ കണ്ടാൽ മിണ്ടില്ലായിരുന്നു. അവരും യുദ്ധമൊന്നുമില്ല, എക്കണോമിക് റിലേഷൻസ് ഒന്നുമില്ല. എൻ്റെ കടയിൽ നിന്ന് ചേട്ടൻ സാധനം മേടിക്കാൻ വരരുത്, ചേട്ടൻ്റെ കടയിൽ ഞാനും വരുന്നില്ല. ഇതാണ് സെർബിയയും കൊസോവോയും തമ്മിലുള്ള വഴക്ക്. അത് പുള്ളി അവസാനിപ്പിച്ചു. അത് സമാധാനത്തിലുള്ള നീക്കമല്ല, ലോക സമാധാനത്തിലേക്ക് ഒരടി അത് വയ്ക്കാൻ ഞാൻ സഹായിച്ചില്ലേ. ഇതാണ് ട്രംപിൻ്റെ ക്ലെയിം. അപ്പോൾ 5ാമത്തേതായി. ഇനി 6ാമത്തത് ഈജിപ്റ്റ്, എത്യോപ്യ. ഇവർ തമ്മിൽ എന്ത് വഴക്കാണെന്ന് ആർക്കും അറിയാമില്ല. പുള്ളി പറയുന്നത് ഇവർ തമ്മിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാനത് തീർത്തു. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഈജിപ്റ്റ്, എത്യോപ്യ 6ാമത്തത്. 7ാമത്തത് ഇസ്രായേൽ, ഇറാൻ. അത് പിന്നെയും ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒരു യുദ്ധം നടന്നു, പുള്ളിക്കാരനും അതിനകത്ത് ഇടപെട്ടു, അമേരിക്ക ഇടപെട്ടു, വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അത് നിർത്തി. അത് നിർത്തിയത് അമേരിക്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇച്ചിരി പെശകാണ് കേട്ടോ. അങ്ങേർക്കല്ല അതിൽ റോള്. അത് ഖമനേയും നെതന്യാഹുവും കൂടെയാണ് അത് നിർത്തിയത്. പിന്നെ ട്രംപ് ഇടപെട്ടതുകൊണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാം. ചുരുക്കി പറഞ്ഞ് ഈ 7 മെയിൻ യുദ്ധങ്ങൾ പുള്ളി നടത്തി. പുള്ളി അധികാരത്തിൽ വന്നത് ജാനുവരിയിലാണ്. ഇപ്പോൾ ഓഗസ്റ്റ് തുടക്കമാണല്ലോ ഇത്. അപ്പോൾ 7 മാസം കൊണ്ട് 7 യുദ്ധങ്ങൾ, ശരാശരി മാസത്തിലൊരു യുദ്ധം വെച്ച് പുള്ളി അവസാനിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യന് നോബൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതിൻ്റെ ഫ്രസ്ട്രേഷൻ മൂത്ത് പുള്ളി വല്ല വിഷം കഴിക്കുകയോ ഉതളങ്ങാതിനോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പൊന്നു മോദിയും കൂടെ ഇടപെട്ട് അത് പുട്ടിനോ ഷീ ജിൻപിങ്ങോ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി നെഞ്ചത്തടിച്ചോ നിലവിളിച്ചോ എങ്ങനെയെങ്കിലും ഒരു നോബൽ സമ്മാനം ഈ കളവച്ചാർക്ക് മേടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കിടക്കപ്പൊറുതിയും ഉണ്ടാവില്ല. പുള്ളി വെറുതെ വന്ന് യുദ്ധങ്ങളൊക്കെ നിർത്തിക്കളയും. നമ്മൾ തമ്മിലും ചില വാക്ക് തർക്കം ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളി ഇടപെട്ടിട്ട് ഇത് തീർത്ത് കളയും. എന്നിട്ട് പറയും മോഹൻദാസും ഓട്ടോറിക്ഷക്കാരനും തമ്മിലുള്ള വാക്ക് തർക്കം തീർത്തത് ഞാനാണ്, കൊടറ എനിക്ക് നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പോകില്ലേ? ആ തലത്തിലേക്ക് ട്രംപ് അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ദയനീയമായിട്ട് മോദിയുടെ അടുത്ത് വിലപിക്കുന്നത്. എന്തും വരട്ടെ, ഒരു നോബൽ സമ്മാനം അങ്ങേർക്ക് മേടിച്ച് കൊടുക്കുക. അത്രയും ഒരു സമാധാനമായിക്കോട്ടെ. അത് മേടിച്ചാൽ അവിടെ കൊണ്ട് നിൽക്കാനൊന്നും പോകുന്നില്ല, എന്നാലും ഒരു കരച്ചിൽ തീർന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് അതൊന്ന് ചെയ്തു തരണം പ്ലീസ്. താങ്ക് യു.